ആ പ്രളയ കാലഘട്ടത്തില് ഒരൊറ്റ ദിവസം വീട്ടിൽ കിടന്നുറങ്ങാൻ യോഗമില്ലാതിരുന്നവരാണ് ആശാവർക്കന്മാര്. ഞങ്ങൾക്ക് എപ്പോഴും ക്യാമ്പുകളിൽ ജോലി ഉണ്ടായിരുന്നു. രാവിലെ 6 മണിക്ക് അവനവന്റെ വീട്ടില് വെച്ചാ വെച്ചു, ഇല്ലെങ്കിലില്ല. മുഴുവൻ സമയം ക്യാമ്പുകളിൽ ജനങ്ങൾക്ക് സേവനം എത്തിച്ച് ഒറ്റപ്പെട്ട മേഖലകളിൽ നിന്ന് അവരെ തെരഞ്ഞു പിടിച്ചു കൊണ്ടുവന്ന് ഒറ്റപ്പെട്ട പ്രദേശങ്ങളിലുള്ള ഗർഭിണികളെ ഉൾപ്പെടെ ട്രേസ് ചെയ്ത് കൊണ്ടുവന്ന് എന്തായാലും ഈ സമരത്തിൽ നിന്ന് പിന്നോക്കം പോകാൻ ഞങ്ങൾ തയ്യാറല്ല. മുന്നോട്ട് തന്നെയാണ് പോകാനുള്ളത്. ആശാ വർക്കർമാർ ഇന്ന് ക്ലിഫ് ഹൗസിലേക്ക് മാർച്ച് നടത്തിയിരിക്കുകയാണ്. എന്തൊക്കെയാണ് പുതിയ ആവശ്യങ്ങൾ? പഴയ ആവശ്യങ്ങളിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണോ? എന്തൊക്കെയാണ് പുതിയൊരു ഞങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യം ഞങ്ങളുടെ ഓണറേറിയം വർധന എന്നതും അതുപോലെ തന്നെ വിരമിക്കൽ ആനുകൂല്യം എന്നതുമാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഡിമാൻഡുകൾ. ആ 2 ഡിമാൻഡുകളെ പറ്റി ഇപ്പോഴും നിലവില് സംസ്ഥാന സർക്കാർ കാര്യമായിട്ടൊന്നും തന്നെ പ്രതികരിച്ചിട്ടില്ല. പകരം ഞങ്ങൾ നടത്തുന്ന ഈ സഹന സമരത്തെ ഓരോ മിനിറ്റിലും അധിക്ഷേപിക്കുന്ന നടപടിയാണ് നിങ്ങൾ ഉൾപ്പെടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ സമരത്തിൽ നിന്ന് പിന്നോക്കം പോകാൻ ഞങ്ങൾ തയ്യാറല്ല. മുന്നോട്ട് തന്നെയാണ് പോകാനുള്ളത് എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഇത്രയും കാലം സെക്രട്ടറിന് മുന്നിലായിരുന്നു സമരം, ഇപ്പൊ ഇത് ക്ലിഫ് ഹൗസിലേക്ക് വ്യാപിച്ചിരിക്കുകയാണ്. അപ്പൊ കടുപ്പിക്കാൻ തന്നെയാണ്. തീർച്ചയായിട്ടും ഇത് ഈ ഒരു നിലയിലേക്ക് എത്തിച്ചതാണ്. ഞങ്ങൾ വളരെ സമാധാനപരമായിട്ട് ഒരാഴ്ച കൊണ്ട് പിരിഞ്ഞു പോകാവുന്ന ഒരു സമരമാണ് പ്ലാൻ ചെയ്ത് ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയത്. ഏറ്റവും അബലകളായ വനിതകൾ നടത്തുന്ന ഒരു സമരമാണിത്. നിങ്ങൾക്ക് മനസ്സിലാക്കാം, സാധാരണക്കാരിൽ സാധാരണക്കാരാണ് ഈ സമരം നയിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീകൾ. ഇവിടെ ഏറ്റവും അടിത്തട്ടിൽ പണിയെടുക്കുന്ന സ്ത്രീകൾ. അപ്പൊ അവരുടെ ന്യായമായ ആവശ്യമാണ് 232 എന്ന് പറയുന്ന ആ തുകയിൽ നിന്ന് ഒരു 100 രൂപ അധികം തരിക എന്നുള്ളത്. അത് തീർച്ചയായിട്ടും ആര് നോക്കിയാലും അധികം പറ്റാണെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അത്രയും നിസ്സാരമായ ഞങ്ങളുടെ ഏറ്റവും ചെറിയൊരു ഡിമാൻഡ് അംഗീകരിച്ചു തരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇത് ഞങ്ങൾക്ക് ഇട്ടിട്ട് പോകാൻ നിവൃത്തിയില്ല. ഞങ്ങൾ മുന്നോട്ട് തന്നെയായിരിക്കും. മന്ത്രി വീണ മന്ത്രിന്റെ ഒരു പ്രതികരണം അതെങ്ങനെയാണ് ഇപ്പോൾ? വീണ മന്ത്രിയുടെ ഒരു പ്രതികരണം ഈ ഒരു സമരത്തോട് മന്ത്രിയുടെ പ്രതികരണത്തെ എങ്ങനെയാണ് ഇപ്പോൾ വിലയിരുത്തുന്നത്? മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഒരു വനിത എന്ന നിലയ്ക്ക് കുറച്ചും കൂടി ഉത്തരവാദിത്തപരമായിട്ടുള്ള ഒരു സമീപനം ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. തീർച്ചയായിട്ടും ഒരു മന്ത്രി എന്ന് പറയുമ്പോൾ അവരൊരു നാടിന്റെ അമ്മയുടെ സ്ഥാനത്ത് നിൽക്കേണ്ട സ്ത്രീയാണ്. ആ നിലയിലുള്ള ഒരു പ്രതികരണം ഇപ്പോഴും ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ഇപ്പോ കഷ്ടങ്ങൾ ഇപ്പൊ 256 ദിവസങ്ങൾ പിന്നിട്ടിരിക്കുകയാണ്. ഇത്രയും ദിവസം ദുരിതമായിരുന്നോ? എങ്ങനെയായിരുന്നു ആ ഒരു ജീവിതം? എങ്ങനെയായിരുന്നു? ജീവിത ശൈലിയൊക്കെ മാറിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും കഴിഞ്ഞ ഫെബ്രുവരി 10-ന് ആരംഭിച്ച സമരമാണിത്. നമുക്കറിയാം, ഫെബ്രുവരിയിലെ മീനം മേടത്തിലെ അതികഠിനമായ ചൂടത്ത് ഈ തിരുവനന്തപുരത്ത് ഇതുപോലെ തുറസായ ഒരു സ്ഥലത്ത് ഒരു സമരം വനിതകൾ നയിക്കുക എന്ന് പറയുമ്പോൾ അത് എത്രമാത്രം ദുഷ്കരമായിരിക്കും എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഒരുപക്ഷെ നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ കാലഘട്ടത്തിൽ പോലും സ്ത്രീകൾക്ക് ഇതുപോലെ മുഴുവൻ നേരം ഇറങ്ങി നിന്ന് വെയിലത്തും മഴയത്തും പ്രതികരിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ലായിരിക്കാം. അത്രമാത്രം ദുർഘട സന്ധികളിലൂടെയാണ് ഞങ്ങൾ കടന്നു പോകുന്നത്. അതുപോലെ തന്നെ കോരിച്ചെരിയുന്ന മഴയത്ത്, കർക്കിടകത്തിലെ മഴ ഉൾപ്പെടെ ഞങ്ങൾ അവിടെ ഇരുന്ന് സഹിക്കുകയാണ് ചെയ്തത്. അപ്പം അതുപോലെ പ്രതികൂല കാലാവസ്ഥ തരണം ചെയ്ത് വന്നതാണ് ഞങ്ങൾ. തീർച്ചയായിട്ടും ഇത് ഞങ്ങൾ മുന്നോട്ട് തന്നെ കൊണ്ടുപോകും. ഈ കാണുന്ന വെള്ളം ചീറ്റലൊന്നും ഞങ്ങളെ പേടിപ്പിക്കാൻ പര്യാപ്തമല്ല. കാരണം കഴിഞ്ഞ പ്രളയകാലത്ത് 2018 ഇവിടെ എല്ലാവരും പറയുമ്പോ കോവിഡ് എന്നാണ് പറയുന്നത്. ആ പ്രളയ കാലഘട്ടത്തില് ഒരൊറ്റ ദിവസം വീട്ടിൽ കിടന്നുറങ്ങാൻ യോഗമില്ലാതിരുന്നവരാണ് ആശാവർക്കന്മാര്. ഞങ്ങൾക്ക് എപ്പോഴും ക്യാമ്പുകളിൽ ജോലി ഉണ്ടായിരുന്നു. രാവിലെ 6 മണിക്ക് അവനവന്റെ വീട്ടില് വെച്ചാ വെച്ചു, ഇല്ലെങ്കിലില്ല. മുഴുവൻ സമയം ക്യാമ്പുകളിൽ ജനങ്ങൾക്ക് സേവനം എത്തിച്ച് ഒറ്റപ്പെട്ട മേഖലകളിൽ നിന്ന് അവരെ തെരഞ്ഞു പിടിച്ചു കൊണ്ടുവന്ന് ഒറ്റപ്പെട്ട പ്രദേശങ്ങളിലുള്ള ഗർഭിണികളെ ഉൾപ്പെടെ ട്രേസ് ചെയ്ത് കൊണ്ടുവന്ന് അവര് സുരക്ഷിതരാണോ എന്ന് തിരക്കിൽപ്പെട്ട് നടന്ന ഞങ്ങളോട് ഇടയ്ക്ക് ഞങ്ങളുടെ വീട്ടുകാരും ചോദിക്കുമ്പോൾ ഞങ്ങൾ ആന്തലോടുകൂടി ഓർക്കുമായിരുന്നു. മലയോര മേഖലകളിലൊക്കെ ചെല്ലുമ്പോ വീട് കാണുമോ, വീട്ടിലിരിക്കുന്ന മക്കൾ കാണുമോ എന്ന് ഉറപ്പില്ലാതിരുന്ന് ജനത്തെ സേവിച്ച ഞങ്ങളാണ്. ആ ഒരു അവസ്ഥ സർക്കാർ തിരിച്ചറിയേണ്ടതാണ്. ഇതൊന്നും അവസാനിച്ചിട്ടുള്ളതല്ലല്ലോ. തുടർന്നും ഞങ്ങളുടെ സേവനം ഈ നാടിന് വേണ്ടതാണ്. ജനങ്ങളെ സേവിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. പക്ഷെ മുഴുവൻ സമയ സേവനത്തിന് ഇറങ്ങണമെന്ന് സർക്കാർ പറയുമ്പോൾ അതിനുള്ള മീൻസ് ഞങ്ങൾക്ക് തന്നേ പറ്റത്തുള്ളൂ. അതാണ് ഞങ്ങളുടെ. ഇപ്പോ ഈ സമരം നടക്കുന്ന സമയത്ത് തന്നെ ഒരുപാട് വിമർശനങ്ങൾ അധികാരികളുടെ ഭാഗത്ത്, LDFന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അതൊരു സംസ്കാര സമ്പന്നരായ ഒരു ഭരണാധികാരികളിൽ നിന്ന് ഒട്ടും ഉണ്ടാകാൻ പാടില്ലാത്ത ഒന്നാണ് വിമർശനങ്ങൾ എന്ന് പറയുന്നത്. പൊതുജനത്തിന് വിമർശിക്കാനോ സപ്പോർട്ട് ചെയ്യാനുള്ള അധികാരമുണ്ട്. ഒരു സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അവരെ പിന്തുണയ്ക്കുന്ന അല്ലെങ്കിൽ അവരുടെ സൈബർ സെല്ലിൽ നിന്നൊക്കെ ഇതുപോലെ വിമർശനങ്ങൾ വരിക എന്ന് പറയുമ്പോൾ അങ്ങേയറ്റം അധപതിച്ച ഒരു സംസ്കാരത്തിന് മാത്രമേ അത് കഴിയൂ എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും അതിന് ഞങ്ങൾ ഒരു വിലയും കൽപ്പിക്കുന്നില്ല.
മൂല്യബോധത്തോടു കൂടി തന്നെയാണ് ഈ സമരം നയിക്കുന്നത്. അതിനെ ഞങ്ങൾ 100% സപ്പോർട്ട് ചെയ്യുന്നു. അപ്പൊ ഇന്ന് ഇവിടെ പറയണ്ടായി ഇനി വോട്ട് ചോദിക്കേണ്ട ദിവസങ്ങളാണ്. വോട്ട് ചോദിച്ചു വീട്ടിലേക്ക് ആൾക്കാർ വരും. അപ്പൊ അവർക്ക് എങ്ങനെയാണ് ഒരു മുന്നറിയിപ്പ് എങ്ങനെയാണ് കൊടുക്കുന്നത്? തീർച്ചയായിട്ടും ജനങ്ങൾക്ക് ഇപ്പൊ പ്രത്യേകിച്ച് ഞങ്ങളായിട്ട് മുന്നറിയിപ്പൊന്നും കൊടുക്കേണ്ട യാതൊരു ആവശ്യകതയുമില്ല. കഴിഞ്ഞ 10 വർഷത്തിൽ ഒരു 6 വർഷത്തോളമായിട്ട് ജനങ്ങൾ ഇത് നന്നായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ തന്നെ ഞങ്ങളുടെ ഈ 10 മാസത്തെ ഈ സഹന സമരം ജനം പ്രത്യേകം നിരീക്ഷിക്കുന്നുണ്ട്. ഒന്നും ഞങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. ജനം ഇങ്ങോട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതെന്താണ്, ഇതെന്തൊരു ഭരണമാണ്, ഇതിങ്ങനെയാണോ? ഒരു ഭരണാധികാരി ഒരു അച്ഛനെ പോലെ ആയിരിക്കണം എന്നുള്ള തത്വം മറന്നു പോകുന്ന ആധുനിക കാലത്ത് ഇത് ജനം വേർതിരിച്ചറിയുന്നുണ്ട്. ഇത് ജനത്തിന്റെ ഉള്ളിൽ ഈ കാര്യങ്ങളെല്ലാം ഉണ്ട്. പ്രത്യേകിച്ച് ഞങ്ങളൊന്നും പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ പോലും ഇതിന്റെ ഇഫക്റ്റ് ഉണ്ടാകണം. തുടർന്ന് ദിവസങ്ങളിൽ ഇന്നിപ്പോ മുഖ്യമന്ത്രിയെ കാണാൻ പറ്റിയില്ല. അപ്പൊ വരും ദിവസങ്ങളിൽ അത്തരത്തിലുള്ള ശ്രമങ്ങൾ ഉണ്ടാകുമോ? അത് സംഘടനയുടെ ഭാഗത്തു നിന്ന് എന്ത് തീരുമാനിക്കുന്നോ അതിനോട് ഞങ്ങൾ യോജിച്ച് പ്രവർത്തിക്കുന്നതായിരിക്കും.